രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് സുപ്രീം കോടതി. ബി.ജെ.പിയുടെ എം.പി നിഷികാന്ത് ദുബെ പറഞ്ഞതാണ്. ശ്രദ്ധിച്ചായിരുന്നോ സാർ? ശ്രദ്ധിച്ചിരുന്നു. അതിനകത്ത് വല്ല കാര്യമുണ്ടോ? അല്ല, ഇപ്പോൾ അതിനകത്ത് നദ്ദ പറഞ്ഞിട്ടുണ്ട് അത് പാർട്ടിയുടെ അഭിപ്രായമല്ല. പാർട്ടിയുടെ അഭിപ്രായമായിട്ട് അങ്ങനെ ഒരു പാർട്ടിക്കും അത് പറയാൻ പറ്റില്ല. അതിലുപയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്കൊക്കെ പ്രശ്നങ്ങളുള്ളതായിരിക്കാം. ഷാർപ്പായിട്ടുള്ള കുറേയെങ്കിലും ഷാർപ്പായിട്ടുള്ള വാക്കുകൾ. പക്ഷേ ഒരു പ്രശ്നമുണ്ട് അതിൽ. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സുപ്രീം കോടതി ഈയിടെയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി എല്ലാ രംഗങ്ങളിലേക്കും കടന്നു കയറിയിട്ട് അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ, തമിഴ്നാട്ടിലെ ഗവർണറായിരിക്കുന്ന ആർ.എൻ. രവിയും അവിടുത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സ്റ്റാലിനും ഒരു റിഫ്റ്റുണ്ട്. ആ റിഫ്റ്റ് കോടതിയിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഉടനെ തന്നെ സുപ്രീം കോടതി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്ലാറ്റൻ്റ് ആയിട്ടൊരു ഓർഡർ അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ ഓർഡർ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 111 അനുസരിച്ച് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഏത് ബില്ലും നിയമമാകണമെങ്കിൽ രാഷ്ട്രപതി അതിൽ ഒപ്പുവെക്കണം. അങ്ങനെ പാർലമെൻറ്റ് പാസ്സാക്കി കൊടുക്കുന്ന എല്ലാ നിയമങ്ങളും എല്ലാ ബില്ലുകളും രാഷ്ട്രപതി ഒപ്പുവെക്കണമെന്ന് ഒരു നിർബന്ധവും ആ അനുച്ഛേദപ്രകാരമില്ല. ആ അനുച്ഛേദത്തിൽ 3 അവകാശങ്ങളാണ് രാഷ്ട്രപതിക്ക് കൊടുത്തിരിക്കുന്നത്. 1, അത് അംഗീകരിച്ച് ഒപ്പുവെച്ച് കൊടുക്കാം. 2, അത് തടഞ്ഞു വെക്കാം. 3-ാമത്തെ കാര്യം, ശുപാർശയോടുകൂടി തിരിച്ചയക്കാം. ഈ 3 കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതിൽ രാഷ്ട്രപതി ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സുപ്രീം കോടതി ചെയ്തത് എന്താ വെച്ചാൽ, ഈ ആസ് സൂൺ ആസ് പോസിബിൾ എന്നത് നിർവചിച്ചുകൊണ്ട് പരമാവധി 3 മാസം എന്ന് കൂട്ടിച്ചേർത്ത്. അത് കൂട്ടിച്ചേർക്കലാണ് ഇതിനകത്തില്ല. ഭരണഘടനയിലാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അല്ല, ഭരണഘടനയിലാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഭരണഘടന കോടതി അമെൻമെൻറ്റ് നടത്തി. അതാണ് അതിൻ്റെ സംഭവം. ഇനി ഇതിനകത്ത് ഈ വിത്ത് ഹോൾഡിങ്ങിന് കൊടുത്തിരിക്കുന്ന അവകാശം അത് വെറുതെ കൊടുത്തിരിക്കുന്നതല്ല, അത് തടഞ്ഞു വെക്കലാണത്. ചില സന്ദർഭങ്ങളിൽ രാഷ്ട്രപതിക്ക് ചില ബില്ലുകൾ വരുമ്പോൾ അത് തടഞ്ഞു വെക്കേണ്ടി വരും. പ്രകടമായും ഭരണഘടനാ വിരുദ്ധമാണെന്നോ രാജ്യ താൽപ്പര്യത്തെ ഹനിക്കുന്നതാണോ എന്ന് ഭരണഘടനയുടെയും രാജ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെ സമുന്നത പദവിയിലിരിക്കുന്ന രാഷ്ട്രപതിക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് തടഞ്ഞു വെക്കാനുള്ള അവകാശം ഭരണഘടന കൊടുത്തിരിക്കുന്നതാണ്. അതിന് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത് തീർത്തും തെറ്റായ കാര്യമാണ്. 1-ാമത്തെ തെറ്റ് അവിടെയാണ് വരുന്നത്. അല്ല, ഇപ്പോൾ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം, രാജ്യത്തെ ജനങ്ങളുടെ എല്ലാ മൗലിക അവകാശങ്ങളും റദ്ദാക്കുന്ന ഒരു ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കി രാഷ്ട്രപതിക്ക് അയച്ചു. രാഷ്ട്രപതി ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഒപ്പിടാതിരുന്നു. 3 മാസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പാസ്സായിട്ട് വരില്ലേ. ഇന്ത്യയിൽ ഏകാധിപത്യ ഭരണം കൊണ്ടുവരാൻ പറ്റും. വളരെ എളുപ്പത്തിൽ പറ്റും. ഇതാണ് ഇതിൻ്റെ അപകടം. കാരണം ഇത് രാഷ്ട്രപതിയെ, പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ജഡ്ജിമാരെ പോലെ സെലക്ട് ചെയ്യപ്പെട്ട ഒരാളല്ല രാഷ്ട്രപതി. എലക്ട് ചെയ്യപ്പെട്ടതാണ്. ഇന്ത്യയിലെ മൊത്തം ജനങ്ങളുടെയും അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് കിട്ടി ജയിച്ച് വന്നിരിക്കുന്ന ഒരാളാണ്. ഒരു ജനത്തിൻ്റെയും അംഗീകാരമില്ലാതെ കൊളീജിയം എന്ന് പറയുന്ന ഒരു രഹസ്യ സംവിധാനത്തിൻ്റെ ഭാഗമായി നിയമനം ലഭിച്ചവരാണ് ജഡ്ജിമാർ. അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല അത്. ഇനി നമുക്ക് ഈ കാര്യം, അപ്പോൾ ഇത് ഫലത്തിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭരണഘടനയെ അമെൻമെൻറ്റ് നടത്തിയിരിക്കുന്നു. അതായത് 2 വർഷവും 11 മാസവും 17 ദിവസവും ഭരണഘടനാ നിർമ്മാണ സമിതി യോഗം ചേർന്നിട്ടാണ് അതിലെ കുത്തും കോമയും വരെ തീരുമാനിച്ചതാണ്. ഇനി അതിലില്ലാത്ത ഒന്നും ഇനി കൊണ്ടുവരാൻ ഭരണഘടനാ ഭേദഗതി അല്ലാതെ. അനുച്ഛേദം 368 പാർലമെൻറ്റിന് കൊടുത്തിരിക്കുന്ന അധികാരമാണ് ഭരണഘടന അമെൻമെൻറ്റ് നടത്താൻ. എന്താണ് അമെൻമെൻറ്റ്? ആ അനുച്ഛേദത്തിൽ നിർവചിച്ചിട്ടുണ്ട്. ബൈ വേ ഓഫ് അഡീഷൻ, വേരിയേഷൻ ഓർ റിപ്പീൽ. അഡീഷനാണ്.
കൂട്ടിച്ചേർക്കലാണ്. ഇത് ഭരണഘടനാ അമെൻമെൻറ്റാണ്. ഭരണഘടനാ അമെൻമെൻറ്റ് നടത്താൻ ഇന്ത്യയിൽ പാർലമെൻറ്റിന് മാത്രമാണ് അധികാരം. അത് അനുച്ഛേദം 368 അനുസരിച്ച്. ആ അധികാരം കോടതിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. ഇനി ഒരു ചോദ്യം വരാം. ഈ 111 കൊടുത്തിരിക്കുന്ന ഈ കാര്യം ഭരണഘടനാപരമായി സാധുതയുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? അത് പരിശോധിക്കുകയാണെങ്കിലും 2 അംഗ ബെഞ്ചിന് അതിന് അധികാരമില്ല. ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുകയും ആ ഒരു സ്പെസിഫിക് ഇഷ്യൂ വരികയും ആ സ്പെസിഫിക് ഇഷ്യൂയിൽ രാഷ്ട്രപതിയെ ഇന്ത്യയിലെ മൊത്തം ജനങ്ങളും മൊത്തം സംസ്ഥാനങ്ങളും MLA-മാരും MP-മാരും എല്ലാം ചേർന്ന് തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് ആ സംസ്ഥാനങ്ങളുടെ എല്ലാം നോട്ടീസ് അയച്ച് അഭിപ്രായം കേൾക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ ഈ വകുപ്പ് അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റൂ. ഇങ്ങനൊരു ലോങ് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് ഒന്നും ഇല്ലാതെ 2 അംഗ ബെഞ്ച് ഭരണഘടനാ അമെൻമെൻറ്റിനുള്ള അധികാരം 142 അനുസരിച്ച് തങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. 142 ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ഒരു ജീവൻ രക്ഷാ മരുന്നാണ്. ഏതെങ്കിലും അത്യപൂർവമായൊരു സന്ദർഭത്തിൽ കോടതിക്ക് ഈ ഒരു കാര്യത്തിൽ ഇടപെട്ട് ഇത് സംരക്ഷിച്ചാൽ മാത്രമേ ഈ രാജ്യം നിലനിൽക്കുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുന്ന അവസരത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഈ വകുപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ തോന്നുന്ന സമയത്ത് എടുത്ത് ഞങ്ങൾ 142 ഉപയോഗിക്കുമെന്ന് പറയുന്നത് ഒരുതരം ഹുങ്കാണ്. അത് ചെയ്യാൻ പാടില്ല. അതാണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി എല്ലാ ജീവൻ രക്ഷാ മരുന്നുകൾക്കും വലിയ സൈഡ് ഇഫക്ട്സ് ഉണ്ട്. പാർശ്വഫലങ്ങൾ ഭീകരമാണ്. അത് നമ്മുടെ ശരീരത്തെയും ആന്തരിക അവയവങ്ങളെയും ഒക്കെ പ്രതികൂലമായിട്ട് ബാധിക്കും. ജീവൻ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ടോക്സിക് ഇഫക്റ്റ് ഉണ്ട്, ലീതൽ എഫക്റ്റ്, വിഷത്തിൻ്റെ അംശമുണ്ട് അതിനകത്ത്. അപ്പോൾ വിദഗ്ധനായ വൈദ്യൻ എപ്പോഴും ഈ ജീവൻ രക്ഷാ മരുന്ന് പ്രയോഗിക്കുന്നതിന് മുൻപായിട്ട് രോഗിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയതിന് ശേഷമേ ചെയ്യൂ, അല്ലാതെ ചെയ്യില്ല. പക്ഷേ ഈ സന്ദർഭത്തിൽ ഇവിടെ ജീവൻ രക്ഷാ മരുന്ന് നിലയ്ക്ക് ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത്രയൊരു പ്രശ്നമേ ഇല്ല. ഇനി ഇങ്ങനെ വേണം എന്ന് 2 അംഗ ബെഞ്ചിന് തോന്നിയെന്ന് വെക്ക്, അതിനും മാർഗമുണ്ട്. എന്താണ് ആ മാർഗം? ഇവർ പാർലമെൻറ്റിനോട് ആവശ്യപ്പെടണം, ഇതിങ്ങനെ പോകുന്നുണ്ട്, ഇത് സംബന്ധിച്ചൊരു ഗ്രേ ഏരിയ നിലനിൽക്കുന്നു, അതുകൊണ്ട് അതിൽ വ്യക്തത വരുത്തുന്ന ഒരു നിയമനിർമ്മാണം വേണം എന്നാവശ്യപ്പെടാം. അതാണ് പരമാവധി ഇവർക്ക് ചെയ്യാവുന്നത്. അതിന് പകരം ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഭരണഘടനയുടെ അനുച്ഛേദങ്ങളെ ലംഘിച്ചുകൊണ്ട് ഭരണഘടന ഭേദഗതി ചെയ്യുക എന്ന തീർത്തും ധിക്കാരപരമായ ഒരു നടപടിയാണ് സുപ്രീം കോടതിയിലെ ഈ 2 ജഡ്ജിമാർ ചേർന്ന് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ജനാധിപത്യത്തിനെതിരെയുള്ള മിസൈൽ ആക്രമണമാണ് എന്ന് ഉപരാഷ്ട്രപതിക്ക് പറയേണ്ടി വന്നത്. അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു സുപ്രീം കോടതി എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് ഇത് നേരിട്ട് ബാധിക്കുന്നത് എക്സിക്യൂട്ടീവിനെയാണ്. എക്സിക്യൂട്ടീവിൻ്റെ അധികാരങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ്. രാഷ്ട്രപതി പ്രതികരിക്കത്തില്ല, രാഷ്ട്രപതി അങ്ങനെയൊന്നും പറയത്തില്ല. ഉപരാഷ്ട്രപതി പറയും. രാഷ്ട്രപതി കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കും ഉപരാഷ്ട്രപതി പ്രതികരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും. ഒഫീഷ്യലി അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ഒരു മൗനാനുവാദത്തോടെ ആവണം ഉപരാഷ്ട്രപതിയുടെ പ്രതികരണം. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാർ ഇതിൽ ഒരഭിപ്രായവും ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ല, അതിനകത്തൊരു കാര്യമുള്ളത്, ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് പരമോന്നത അധികാര കേന്ദ്രമായ രാഷ്ട്രപതിയും പരമോന്നത നീതിപീഠത്തിൻ്റെ നെറിവില്ലായ്കയും ഇൻവോൾവ് ചെയ്തിട്ടൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ഒരു നടപടി സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. സ്വാഭാവികമായും പ്രതികരിക്കേണ്ട 2 പേരൂടെ ഉണ്ട്. ഒന്ന് ലോക്സഭാ സ്പീക്കർ, രാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷൻ കൂടിയാണ്. ലോക്സഭാ സ്പീക്കറുടെ അധികാരത്തിലുള്ള കടന്നുകയറ്റമുണ്ട്. നിയമമന്ത്രിക്ക് ഒരു അഭിപ്രായം പറയാം. നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഞാൻ ഒരു വിമർശനം പറയുകയാണ്, അതിപ്പോൾ സാറുകൂടെ കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടികൾ BJP സർക്കാരിന്, നരേന്ദ്രമോദി സർക്കാരിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കോടതികളിലൂടെയാണ്. കോടതികളിലൂടെ പ്രതിപക്ഷം എന്തും ഏതും കോടതികളിൽ കൊണ്ടുപോവാണ്. നിർഭാഗ്യവശാൽ മോദി സർക്കാരിൽ
നിയമത്തിനൊരു ക്യാബിനറ്റ് മന്ത്രിയില്ല. എത്രയോ കാലമായി അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് പോലും തോന്നിയിട്ടില്ല. ആരാണ് നിയമമന്ത്രി എന്ന് പോലും അറിയില്ല. റിജു ആയിരുന്നു. അതൊരു ഫീൽ ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയെ പോലും വെക്കാൻ കഴിയുന്നില്ല. ഈ ലോർഡ് എനിക്ക് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ പരിമിതികളുണ്ടാവും. അല്ല, പരിമിതിയൊന്നും എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഏറ്റവും ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. അല്ല, അത് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ സുപ്രീം കോടതിയുടെ ഈ കാര്യത്തിൽ ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം അവർ ചെയ്തിരിക്കുന്ന തെറ്റ്, അവർ ഭരണഘടന അമെൻമെൻറ്റ് നടത്തിയിരിക്കുന്നത് ഒരിക്കലും അതിന് അവർക്ക് അറിയാം. കാരണം ആർട്ടിക്കിൾ 368 പ്രകാരം അത് സമ്പൂർണ്ണ, അതിനകത്ത് എന്തൊക്കെ വ്യവസ്ഥ ഉണ്ടെന്നറിയാമോ? വ്യവസ്ഥ ഭീകരമാണ്. വെറുതെ ഭരണഘടന അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. രാജ്യസഭയിലും ലോകസഭയിലും 2/3 ഭൂരിപക്ഷം 16 സംസ്ഥാനങ്ങൾ അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിച്ച ജുഡീഷ്യൽ നിയമനത്തിന് വേണ്ടിയുള്ള നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷനെ എടുത്ത് അതായത് ജനാധിപത്യ സംവിധാനത്തിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സിലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ജഡ്ജിമാരുടെ അഭിപ്രായമാണോ, എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന പാർലമെൻറ്റിൻ്റെയും നിയമസഭകളുടെയും അഭിപ്രായമാണോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കളക്റ്റീവ് വിസ്ഡം വരുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഭരണഘടന, സുനിലും അത് വായിച്ചു നോക്കിയിട്ടുണ്ട്, ഈ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്നേക്കുന്ന ഡിബേറ്റുകൾ പ്രസംഗങ്ങളും ഒക്കെ ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഭരണഘടന വന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ നമുക്ക് എല്ലാവർക്കും ഒക്കെ അറിയാവുന്നതാണ്. ഭരണഘടന അങ്ങനെ വളരെ ദുരൂഹമായൊരു ഗ്രന്ഥമൊന്നുമല്ല. വളരെ ആർക്കും വായിച്ചിട്ട് ഗ്രഹിക്കാൻ പറ്റുന്നതാകേം വേണം. കാരണം എല്ലാവർക്കും ബാധിക്കുന്നതാണ്. മലയാളത്തിലാണ് MP പൈലി സാറിന്റെ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഇത് എല്ലാവർക്കും അത് വായിച്ചു പോകാനും കഴിയണം. എങ്കിലും അതുകൊണ്ട് ഗുണം. അതാണല്ലോ ഭരണഘടന, എല്ലാവരെയും ബാധിക്കുന്നതാണല്ലോ. അല്ലാതെ ഈ പ്രമാണിമാരായിരിക്കുന്ന വക്കീലന്മാരെ മാത്രം അറിയാവുന്ന സാധാരണക്കാരന് പോലും വായിക്കാവുന്ന. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യം വരുന്നൊരു കാര്യം, കളക്റ്റീവ് വിസ്ഡത്തിനാണ് ജനാധിപത്യം. എന്തുകൊണ്ടാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാർ, നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, നമ്മൾ എഴുതി, നമുക്ക് സമർപ്പിച്ച്, നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ആ കാര്യത്തിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് തോന്നേണ് ഈ ഭരണഘടന പോരാ, വേറൊരു ഭരണഘടന വേണം. ഇന്ത്യയിലെ ജനങ്ങൾക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ വേറൊരെണ്ണം ഉണ്ടാക്കാം. അപ്പോഴാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറഞ്ഞ കേസിൽ 7/6 എന്ന് പറയുന്ന ഡിവിഷനിൽ ഒരു ജഡ്ജി ഇതിനൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. ഈ ബേസിക് സ്ട്രക്ചർ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അവർ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിയാമ്പിൾ ആരെഴുതിയുണ്ടാക്കിയതാണ്? ഇത് ദൈവം തന്നതല്ലല്ലോ. അല്ല, മനുഷ്യനുണ്ടാക്കിയത്. മനുഷ്യനുണ്ടാക്കിയതാണെങ്കിൽ മനുഷ്യന് തിരുത്താനുള്ള അവകാശവും ഉണ്ട്. എൻ്റെ വാദം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട് എന്നുള്ള സുപ്രീം കോടതിയുടെ കേശവാനന്ദ ഭാരതി കേസിലെ വിധിയുണ്ടല്ല, ആ വിധി തെറ്റാണ്. അല്ല, ആ വിധിക്ക് ശേഷം ഭരണഘടന പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യപ്പെട്ടു. സോഷ്യലിസവും സെക്യുലറിസവും അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി എന്നിട്ട് ഇവരൊന്നും ചെയ്തില്ല. അത് ഇവരിപ്പോ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ശരിയാണ്, ഇന്ദിരാഗാന്ധി അങ്ങനെ ചെയ്തു, ശരിയാണെന്ന് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പറയുകയും ചെയ്തു. അപ്പം ബേസിക് സ്ട്രക്ചർ തിയറി അവിടെ പോയി. ബേസിക് സ്ട്രക്ചർ തിയറി അവിടെ വെച്ച് പോയി. പ്രിയാമ്പിളിൽ ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പ്രിയാമ്പിളിൽ കേശവാനന്ദ ഭാരതി കേസിലെ വിധി വന്നതിന് ശേഷം അടിയന്തരാവസ്ഥയിൽ 2 വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഇന്ദിരാഗാന്ധി അങ്ങനെ ഇറക്കുകയാണ് ചെയ്തത്. അല്ല, അതിപ്പോൾ അതാ പറഞ്ഞ ബേസിക് സ്ട്രക്ചർ തിയറി സഞ്ജീവ് ഖന്നയുടെ ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷമുള്ള അതിനെ ചാലഞ്ച് ചെയ്തുള്ളത് തള്ളിയതോടെ പോയി. സോഷ്യലിസവും സെക്യുലറിസവും ചേർത്ത് ശരിയാണെന്ന് വന്നു. അല്ല, അത് തന്നെ ഭരണഘടനാ ബെഞ്ചാണ് പരിശോധിക്കേണ്ടത്. അതെ, അവിടെയും ഈ പ്രശ്നമുണ്ട്. ഭരണഘടനാ ബെഞ്ചല്ല പരിശോധിച്ചിരിക്കുന്നത്. കാരണം ഭരണഘടന ഒരുപക്ഷെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും പർദിവാലയുടെ ബെഞ്ചിന് ഈ ധൈര്യം വന്നത്. അല്ല, അതെ, അതുകൊണ്ടാണ്. അത് തന്നെയല്ല എന്തും ചെയ്യാന്നുള്ള ധൈര്യം വരെയാണ്. അതാണ്. അതായത് ജനാധിപത്യത്തിൽ ജനകീയ അധികാരം സുപ്രീം കോടതി തട്ടിപ്പറിച്ചെടുക്കുകയാണ്. നിയമം നിർമ്മിക്കാൻ ആർക്കാണ് അവകാശം? കോടതിക്കല്ല. കോടതിക്ക് ആകെ ചെയ്യാവുന്ന ഒരു ഗ്രേ ഏരിയ ഉണ്ടെങ്കിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് ഇന്നതാകാമെന്ന് പറയാം.
അപ്പം അല്ലെങ്കിൽ ആ ഗ്രേ ഏരിയയിലെ കുറിച്ചൊരു നിയമം ഉണ്ടാക്കണമെന്ന് പറയാം വിശദീകരിച്ചുകൊണ്ട്. അതല്ലാതെ അവർക്ക് സ്വന്തം നിലക്ക് നിയമം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ജനങ്ങളുടെ അധികാരം എങ്ങനെയാണ് ഇവർക്ക് കിട്ടുക? 2 പേർക്ക് ഇന്ത്യയിൽ എത്രയാണ് 148 കോടി ജനങ്ങളുടെ 148 കോടി ജനങ്ങളുടെ പ്രാതിനിധ്യം ഈ 2 പേര് സ്വയം ഈ ഏറ്റെടുക്കുക. 2 പേര് എവിടെ നിന്നോ എങ്ങനെയോ വന്ന 2 പേർ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതെ, ഈ 2 പേര് സ്വയം ഏറ്റെടുത്തിട്ട് ഇതാ ഞങ്ങൾ ഈ ഭരണഘടന മാറ്റിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇത് ധിക്കാരമല്ലേ? ധിക്കാരമല്ല, സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ഇംപീച്ച് ചെയ്യണം. അല്ല, ഇത് ധിക്കാരമാണ്. ചെയ്യാൻ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയാണ്. ഇല്ലാത്ത അധികാരം. അങ്ങനെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം ഇത് ഈ മോദി സർക്കാർ വന്നതിന് ശേഷം 14 സുപ്രധാനമായ തീരുമാനങ്ങൾ, പാർലമെൻറ്റ് എടുത്ത തീരുമാനങ്ങൾ പ്രതിപക്ഷം കോടതിയിൽ പോയിട്ടുണ്ട്. കോടതി എല്ലാം എൻ്റർടൈൻ ചെയ്യണം. വരൂ 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 വാങ്ങൂ എന്ന് പറയുന്ന രീതിയിൽ വരൂ എന്നാണ് പറയുന്നത്. ഏത് അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇന്നിപ്പോൾ ഈ വേറൊരു സാധനം ഞാൻ കണ്ടു, ഒരു ജഡ്ജ് പരാതി കൊടുത്തിരിക്കുന്നു. ഏത് തീസ്ത സെത്തൽവാദിൻ്റെ അതുൽ സത്തൽവാദ് അവരുടെ കേസിൽ ഒരേ ദിവസം 2 ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഗുജറാത്ത് ഹൈക്കോടതി ജാമ്യം തള്ളിയപ്പോൾ രാത്രിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വെക്കേഷൻ കാലത്ത് സ്പെഷ്യൽ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട്, ആ സ്പെഷ്യൽ ബെഞ്ചിൽ തീരുമാനം വരാതെ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കണമെന്നും കൊടുക്കണ്ട എന്നും വന്ന സമയത്ത് അടുത്ത ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതൊക്കെ എന്നിട്ട് ജാമ്യം കൊടുക്കും. അതായത് ചീഫ് ജസ്റ്റിസ് ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു, ഞാൻ അവർക്ക് ജാമ്യം കൊടുക്കും. ആർക്കാണ് ഈ ജാമ്യം കൊടുത്തിരിക്കുന്നത്? എന്ത് മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്? അതായത് കോടതികൾ പരിധി വിട്ടു പോകുന്നു എന്നതൊരു വസ്തുതയാണ്. ഏതായാലും ഇതിനകത്ത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കോടതികൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകും. പക്ഷെ വിമർശനങ്ങൾ കൊണ്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു നിശബ്ദത ഒരു വലിയ സ്ഫോടനത്തിന് മുമ്പുള്ള നിശബ്ദയാണെന്ന് തോന്നുന്നു. അല്ല, എന്തായിരിക്കും വരിക എന്നുള്ള കാര്യം ഇപ്പോൾ സുപ്രീം കോടതി ഇല്ലല്ലോ. ഇല്ല, ഇതല്ലേ എന്തായിരിക്കും ചെയ്യുക എന്നുള്ള അത് മാത്രമല്ല, ചെയ്യാതിരിക്കാൻ പറ്റില്ല. അല്ല, ഇതെങ്ങനെയാണെന്ന് ഇത് പറ്റുന്നത്? അത് തന്നെ ഇത് ഇൻവാലിഡ് അല്ലേ? 2 പേർക്ക് ആരധികാരം കൊടുത്തെന്ന്? ഇവർക്ക് ആരധികാരം കൊടുത്ത്? ഭരണഘടന തരുന്ന അധികാരമല്ലേ ഉള്ളു. ആ ഭരണഘടന ഇവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ടോ? അല്ല, അപ്പം ഞങ്ങൾ 142 നിങ്ങൾക്ക് എന്ത് വരുമ്പോഴും നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല. ആ 142 കുറിച്ചുള്ള ഡിബേറ്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്. അല്ല, 142 ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരമല്ല. അല്ല അതിൻ്റെ ഡിബേറ്റ് നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്ക്. ഇതിങ്ങനെ കൊടുക്കണോ വേണ്ടയോ, കൊടുത്താൽ എന്ത്, ആ ഭാഗം ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്. അപ്പം അതുകൊണ്ട് ഇപ്പം MP ചെയ്തത് തെറ്റോ ശരിയോ എന്നുള്ളത് വേറൊരു പ്രശ്നം. പക്ഷേ സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ള കോടതിയുടെ നടപടികളെ വിമർശിക്കാൻ പൗരന് അവകാശമുണ്ട്. പിന്നെ വിമർശിക്കും. ന്യായാധിപന്മാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാതിരുന്നാൽ മതി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഒരു സുപ്രീം കോടതി ജഡ്ജ് ഒരു ദിവസം ഒരു ബെഞ്ച് ഹൈക്കോടതി തള്ളുന്ന സമയത്ത് രാമാനൻ ബെഞ്ച് ഉണ്ടാക്കുന്നു. ആ ബെഞ്ചിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നപ്പോൾ വേറൊരു ബെഞ്ച് ഉണ്ടാക്കുന്നു. ഇത് ആർക്ക് വേണ്ടി ചെയ്തത്? എന്തിനു വേണ്ടി ചെയ്തു? എന്തായിരുന്നു ഇത്ര നിർബന്ധം? ഒരു ദിവസം പോലും തീസ്തയെ ജയിലിൽ കിടത്തരുത് എന്നുള്ള വാശി. അല്ല, ഒരു ദിവസം പോലും തീസ്തയെ ജയിലിലാകാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡിന് തോന്നാനുള്ള കാരണം എന്താണ്? ദുരൂഹമാണ്. അതുണ്ടല്ലോ, അതാണ് ഇന്നൊരു ജഡ്ജ് ഉന്നയിച്ചിരിക്കുന്നത്. കണ്ടിരുന്നില്ലേ? കണ്ടു. അത് ഇതല്ല, കഴിഞ്ഞ വർഷം തന്നെ ഉണ്ടായതാണ്. രാഷ്ട്രപതിക്ക് പരാതി കൊടുത്തു. രാഷ്ട്രപതി അതിപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ്. അത് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ കീഴിലാണ്. ആ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് CBI ഉള്ളത്. അവിടെ തീരുമാനം വരും. ഞാൻ കരുതുന്നില്ല, പക്ഷേ CBI അന്വേഷണം ഒന്നും വരും. CBI അന്വേഷണം വരുമെന്ന് ഞാനും കരുതുന്നില്ല. പക്ഷേ എന്നാലും ഒരു ചർച്ചയായത്. കാരണം ആ ജഡ്ജ് പറയുന്നതിൽ കാര്യമില്ലേ? എന്തിനിങ്ങേരിത് ചെയ്തു? ഒരു ദിവസം വൈകിയാലും പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, മറ്റൊന്നുകൂടിയുണ്ട്.
ടീസ്റ്റയെ പോലെ തന്നെയല്ലേ 148 കോടിയിലെ മറ്റെല്ലാ മനുഷ്യരും? ഇല്ല. അവർക്ക് ഈ അവകാശം കിട്ടുമോ? പിന്നെ വേറൊരു കാര്യം, സുപ്രീം കോടതിയിൽ 4-5 വക്കീലന്മാരുണ്ട്. അവർക്ക് കാശുണ്ടാകുന്നു എന്നല്ലാതെ ഒരു ദിവസം ഒരു സിറ്റിങ്ങിന് 25 ലക്ഷം വാങ്ങുന്ന കപിൽ സിബലുമാരുണ്ട്. അവർക്ക് കാശ് കിട്ടുന്ന സംവിധാനമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 25 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെങ്കിൽ മാത്രം, ഒരു ദിവസം 25 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെങ്കിൽ മാത്രം ഒരു പൗരന് അവകാശപ്പെടാൻ കഴിയുന്നതാണ് കോടതി എന്നുള്ള നീതി. ഏത് രാത്രിയിലും കോടതി തുറക്കും. ഏത് രാത്രിയിലും കോടതി തുറക്കും. പക്ഷേ അതിനുള്ള പണം നിങ്ങളുടെ കയ്യിൽ വേണം എന്ന് മാത്രം. ഇനി ഇവർക്ക് ഞാൻ ചോദിക്കട്ടെ, ആ ഒരു ജഡ്ജിയുടെ അടുത്ത് 16 കോടി രൂപ പിടിച്ചു, എന്ത് ചെയ്തു? ഒരു അന്വേഷണവും ഇല്ല. അല്ല, ഒരു FIR ഇടണ്ടേ? അതല്ല സാർ, അതിലും ഗൗരവമുള്ള സാധനമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം പഞ്ചാബിൽ ഒരു പാലത്തിൽ വെച്ച് തടസ്സപ്പെട്ടു. അതിർത്തിയിലാണ്, പാകിസ്ഥാൻ അതിർത്തിയിലാണ്. 20 മിനിറ്റോളം ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളിലും ലംഘിക്കപ്പെട്ട് അവിടെ കിടന്നു. അത് സംബന്ധിച്ച് അന്വേഷണം വന്നപ്പോൾ സുപ്രീം കോടതി അന്വേഷണം ഏറ്റെടുത്തു. എവിടെ അന്വേഷണ റിപ്പോർട്ട്? അവിടെ റിസൾട്ട് എവിടെ? തന്നെ ഇവർക്ക് എന്താണെന്ന് ഇവരാണ് അന്വേഷണം. അന്വേഷണം വേറെ ഏജൻസി നടത്തേണ്ടതല്ലേ? പാടില്ല, അന്വേഷിക്കാൻ പാടില്ല. അന്വേഷിക്കാൻ പാടില്ല എന്ന് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇവർക്കില്ലാത്ത അവകാശങ്ങൾ ഉണ്ട് എന്ന് ഇവർ പറയാണ്. അതുപോലെ തന്നെ വേറൊരു സാധനം ഇവർ ചെയ്ത്, അതായത് സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും എത്തിച്ചേരുന്ന ജഡ്ജിമാർക്ക് പോസ്റ്റ് റിട്ടയർമെൻറ്റ് എൻഗേജ്മെൻ്റ് ഉണ്ടാക്കൽ ഇവരുടെ ഒരു രീതിയാണ്. അതെ അതെ, അതാണ് പറഞ്ഞത്. മറ്റേ എന്താണ് ഈ ഇത് UPSCയുടെ ചെയർമാൻ ജഡ്ജി വേണമെന്ന്. അത് പിന്നെ ഒരിക്കലും ഒരു ജഡ്ജി എഴുതി. അപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ റോഡ് അപകടങ്ങളൊക്കെ കൂടുന്നുണ്ട്, ഇത് സംബന്ധിച്ച് പഠിക്കാൻ വിരമിച്ച ഇന്ന ജഡ്ജിയെ ചെയർമാനായിട്ടൊരു സംവിധാനം ഉണ്ടാക്കണം എന്ന് ഓർഡർ ഇട്ടു. അത് പിന്നെ നടന്നില്ല. സാറിന് മനസ്സിലായില്ലേ? നടന്നില്ല. അത് എന്താണ്, റിട്ടയർ ചെയ്യുന്ന ജഡ്ജിമാർക്ക് പോസ്റ്റ് റിട്ടയർമെൻറ്റ് ഓഫീസ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. എന്താ ഇവർ ചെയ്യുന്നത്? അധികാരം ദുർവിനിയോഗമാണ് നടക്കുന്നത്. അല്ല, അതുകൂടെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സിസ്റ്റത്തിൻ്റെ വിശ്വാസ്യത ഇവർ തകർക്കുകയാണ്. കാരണം 16 കോടി രൂപ എന്താണ് മജീഷ്യൻ കൊണ്ടുവന്ന് വെച്ചതാണോ? അതെ. ഒരു ജഡ്ജായതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. അയാൾക്ക് അയാളുടെ സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അയാളെ വീട്ടിലിരുത്തിയേക്കാണ്. അതുമാത്രമല്ല, പറയുമ്പോൾ മറ്റൊന്നുകൂടെ പറയണം. സുപ്രീം കോടതിയുടെ ചീഫിനെതിരെ ലൈംഗിക പീഡന പരാതി വരുന്നു. അദ്ദേഹം തന്നെ അന്വേഷിക്കുന്നു, അദ്ദേഹം തന്നെ ക്ലോസ് ചെയ്തു. ഒരു പ്രശ്നമില്ല എന്ന് പുള്ളി തന്നെ പറഞ്ഞു. ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഏതായാലും സുപ്രീം കോമഡികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.